മോസാദ് ഏജന്റുമാർ പല വർഷങ്ങളോളം തീവ്ര രഹസ്യ തിരിച്ചറിവുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഇവർക്കായി പുതിയ വ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കുകയും അവരുടെ കുടുംബങ്ങൾക്കുപോലും അവരുടെ യഥാർത്ഥ ജോലി എന്താണെന്ന് അറിയാതെ പോകുകയും ചെയ്യും. 1972 മ്യൂണിക്ക് ഒളിമ്പിക് കൊലപാതകത്തിന് ശേഷം പ്രതികാരമായി മൊസാദ് വ്രത്ത് ഓഫ് ഗോഡ് എന്ന രഹസ്യ ഓപ്പറേഷൻ ആരംഭിച്ചു. ആ ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും യൂറോപ്പിലുടനീളമുള്ള സ്ഥലങ്ങളിൽ കണ്ടെത്തിക്കൊന്നു. ചിലപ്പോഴിതിന് പതിറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ട്. ഇറാൻ, സിറിയ, സുഡാൻ പോലുള്ള ശത്രു രാഷ്ട്രങ്ങളിൽ പോലും മൊസാദ് രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തി. ഉദാഹരണത്തിന്, ഇറാനിന്റെ ന്യൂക്ലിയർ പദ്ധതികളെ ദബുഡയ വഴി നശിപ്പിക്കൽ, സുഡാനിൽ നിന്നുള്ള എത്യോപ്യൻ യഹൂദന്മാരെ ഇറക്കുമതി ചെയ്യൽ, ഓപ്പറേഷൻ മോസ്. മൊസാദ് ലക്ഷ്യത്തെ സ്വാധീനിക്കാൻ ഹണി ട്രാപ്പ് എന്ന രഹസ്യതന്ത്രം ഉപയോഗിച്ചിരുന്നതായി ആരോപിക്കപ്പെടുന്നു. ഇത് അർത്ഥം മോഹിപ്പിച്ച് രഹസ്യങ്ങൾ ലഭിക്കുന്നതോ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതോ. ഇത്തരം തന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുവെന്ന് സ്ഥിരീകരണമില്ലെങ്കിലും സ്പൈ കഥകളിലും സിനിമകളിലുമൊക്കെ പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്നു. 1960 മൊസാദ് നാസി യുദ്ധ കുറ്റവാളിയായ അഡോൾഫ് അക്മാനെ അർജന്റീനയിൽ നിന്ന് കയറിപ്പിടിച്ച് രഹസ്യമായി ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ഇത് മൊസാദിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിജയങ്ങളിലൊന്നാണ്.